ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും? നമുക്ക് ഒരു പ്രാവശ്യം അല്ലേ? എന്നാൽ ചില മനുഷ്യർ ഒന്നിലധികം പ്രാവശ്യം കൊല്ലപ്പെടാറുണ്ട്. എങ്ങനെയെന്നല്ലേ? ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ കൂടെ നിന്ന് ചതിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും മരിക്കുന്നതിന് തുല്യമാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-27 അധ്യായങ്ങളിൽ 2 ഇരട്ട സഹോദരന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിശന്ന് വലഞ്ഞു വന്ന ഏശാവ് അല്പം പായസം ചോദിച്ചപ്പോൾ അതിന് പകരമായി സ്വന്തം സഹോദരനായ യാക്കോബ് ചോദിച്ചത് ഏശാവിനുണ്ടായിരുന്ന ജ്യേഷ്ഠാവകാശമാണ്. വീണ്ടും വേഷം മാറി അപ്പനായ ഇസ്ഹാക്കിന്റെ അടുക്കിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങി വീണ്ടും ഏശാവിനെ പറ്റിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ഏശാവിനെയും യാക്കോബിനെയും ഒക്കെ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നിൽ നിന്ന് കുത്തുന്നവർ, ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവർ, ഇങ്ങനെ പലരെയും. ഒരാൾ ചതിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയുമോ? മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുമ്പോഴാണ്. ഒരാൾ പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊക്കെ നമ്മോട് ചില ആളുകൾ പങ്കുവെക്കുന്നത് നമ്മെ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ രഹസ്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ രഹസ്യം പങ്കുവെച്ചവരെ കൊല്ലുന്നതിന് തുല്യമാവില്ലേ? വേറെ ചില ആളുകളുണ്ട്, നിരാശയുടെ പടുകുഴിയിൽ കിടക്കുമ്പോൾ, എല്ലാം നഷ്ടമായെന്ന് കരുതിയിരിക്കുമ്പോൾ, തോൽവിയിൽ ജീവിക്കാൻ പഠിക്കുമ്പോൾ ഒരു സഹായമായി കൂടെ കൂടുന്നവർ. ഉണങ്ങി വരണ്ടു പോകുമെന്ന് കരുതിയ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകളൊക്കെ അവർ മുളപ്പിക്കും. മനസ്സിനൊരാശ്വാസമായി, വേദനകൾക്കൊരു പരിഹാരമായി ഒക്കെ കുറച്ചു നാൾ കൂടെ ഉണ്ടാകും. അവരുടെ സ്നേഹവും കരുതലുമൊക്കെ കണ്ട് മനസ്സും ശരീരവും സമ്പാദ്യങ്ങളുമൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യും. പക്ഷേ കുറച്ചു നാളുകൾ കഴിയുമ്പോൾ ആവശ്യങ്ങൾ നേടിയെടുത്തെന്ന് തോന്നുമ്പോൾ വീണ്ടും അതേ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് ഉപേക്ഷിച്ചു പോകുന്നവർ. എത്ര ഇരുട്ടിലും വെളിച്ചം പകർന്നു തരുമെന്ന് കരുതിയവർ, സങ്കടം കേൾക്കാൻ ആരുമില്ല എന്ന വിഷമതയിലെല്ലാം പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് കരുതി സ്നേഹിച്ചവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ: വീണ്ടും വീണ്ടും കൊല്ലുക എന്ന്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു തുടങ്ങിയതാണ് പലരും പലപ്പോഴും. പക്ഷേ കൂട്ടിനുണ്ടാകുമെന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് പിന്നെയും ഒറ്റയ്ക്കാക്കി പോവുക എന്നതിലും വലിയ ദുരന്തം ജീവിതത്തിൽ വേറെ ഉണ്ടാകുമോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ ക്ഷീണിച്ചു കിടന്നുറങ്ങിയവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഇന്ന് അത്താഴമില്ലാട്ടോ എന്ന് പറയുന്നവരോടൊന്നേ പറയാനുള്ളൂ: സഹായിച്ചില്ലേലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത്. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ച് അവനുള്ളതൊക്കെയും എടുത്ത് കടന്നു കളയുന്നവനല്ല, മറിച്ച് ആശ്വാസകേന്ദ്രമായ സത്രത്തിലെത്തിച്ച് വേണ്ട കരുതലുകൾ നൽകുന്നവനാണ് യഥാർത്ഥ അയൽക്കാരൻ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേ.